ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് മൈ ട്രയൽ സ്റ്റോറീസ് ബൈ ശ്രീനാഥ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊണ്ടരങ്കി ഹില്ലാണ്. അതായത് തമിഴ്നാട്ടിൽ ഒട്ടൻചത്രം പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു ഹില്ലാണ്. ഭയങ്കര ടഫസ്റ്റ് ട്രക്കിംഗ് ആണ് തമിഴ്നാട്ടിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ അത് കയറിയതിൻ്റെ സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. 4:30 മണിയോടുകൂടി കാറും എടുത്ത് നേരെ പോയി പൊള്ളാച്ചിയിൽ നിന്ന് അമൃത പിടിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇതെല്ലാം കേരള തമിഴ്നാട് ബോർഡറിൽ കണ്ട ലോട്ടറി ടിക്കറ്റിൻ്റെ കടയാണ്. എന്തല്ലേ സ്വർണ്ണക്കട പോലെയുള്ളത്. അങ്ങനെ 5:30 മണിയോടുകൂടി തന്നെ ഞാൻ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പോഴും ട്രെയിനൊന്നും എത്തിയിട്ടില്ല. എന്തല്ലേ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര നീറ്റും ക്ലീനും. പൊള്ളാച്ചിയിൽ നിന്ന് കയറാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. പാലക്കാടൊക്കെ കയറാനാണ് പ്ലാൻ ഇട്ടത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പൊള്ളാച്ചി തന്നെ കയറണം. അങ്ങനെ 20 മിനിറ്റ് വൈകിട്ടാണെങ്കിലും ട്രെയിൻ വന്നെത്തി. തിരുവനന്തപുരം മുതൽ രാമേശ്വരം വരെ പോകുന്നൊരു ട്രെയിനാണ്. ഡെയിലി സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവാണ്. ഞാൻ ഓൾറെഡി 2 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സീറ്റ് കൺഫേം ആണ്. ജനറലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രെയിനിൽ കയറിയതും കിടക്കാനൊരു സ്ഥലം കിട്ടി. ഒരു കുഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പുറത്തു നോക്കിയിരുന്നു. ഒരു 7 മണിയോട് വിശക്കാൻ തുടങ്ങി. ഡയറ്റിലായതുകൊണ്ടേ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് 7 മണിയോട് കൂടിയിട്ട് നമ്മൾ ഓട്ടംചത്രം എത്തിയിരിക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കൊണ്ടാരും ബീച്ചിൻ്റെ താഴത്തേക്കാണ് പോകണത്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഒട്ടൻചത്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡാവും. അവിടെ നിന്നാണ് നമുക്ക് ഈ മലയുടെ അടിവാരത്തേക്കുള്ള ബസ് കയറേണ്ടത്. അവിടെ നിന്ന് നമുക്ക് കീഴന്നൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് ബസ് കയറേണ്ടത്. റെഗുലറായിട്ടുള്ള ബസ് ഉണ്ട് അവിടേക്ക്. ആ ബസ്സിൽ കയറി കൊണ്ടരങ്കി മല എന്ന് പറഞ്ഞാൽ അവർ നേരെ മലയുടെ അടിവാരത്തുകൊണ്ട് ഇറക്കി വിടും. ഞാൻ കയറിയത് ഒരു പ്രൈവറ്റ് ബസ്സാണ്. ഈ തമിഴ്നാട്ടിലത്തെ പ്രൈവറ്റ് ബസ് കയറിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പഴയകാലത്തെ കുറച്ച് പാട്ടുകൾ കേട്ടുകൊണ്ട് പോവാം. ഫോർ എക്സാമ്പിൾ 20 രൂപ ടിക്കറ്റാണ് ഈ കൊണ്ടരങ്കി മേളത്തേക്ക് പോകാനുള്ളതിൻ്റെ ചാർജ്. ബസ് കുറച്ചും കൂടി അടുത്തെത്തുമ്പോൾ തന്നെ നമുക്ക് ആ കയറാനുള്ള മല കാണാൻ പറ്റും ദൂരത്ത് തന്നെ. ബസ് ഇറങ്ങുന്നത് നേരെ ഈ മലയുടെ താഴെ തന്നെയാണ്. അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. 8:30 മണിയോട് തന്നെ ഞാൻ ഈ അമ്പലത്തിലെത്തി. ഒരു 8:50 ആകുമ്പോഴേക്കും തന്നെ ഞാൻ മല കയറാൻ തുടങ്ങി. മല കയറാൻ തുടങ്ങിയതിന് തന്നെ ബാക്കുന്നൊരു വിളി. അവിടുത്തെ പൂജാരി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷൂവോ ചെരുപ്പോ ഒന്നും ഇട്ടിട്ട് മല കയറാൻ പാടില്ല, വെറും കാലോടെ തന്നെ കയറി പോകണമെന്ന്. ഞാനാണെങ്കിൽ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ അഴിച്ചു വെച്ചിട്ട് കയറാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രക്കിങ് ചെരുപ്പില്ലാണ്ട് ചെയ്യാൻ പോകണത്. ഇതിൽ കൂടെ കയറി അതിൻ്റെ മുകളിലത്തെ മല എത്തണം. ഓക്കെ, ഈ സൈഡത്തെ കമ്പി ഇല്ലാന്നുണ്ടെങ്കിൽ തെണ്ടിത്തിരിക്കാൻ. കാലിൽ ചെരുപ്പുമില്ല. ആദ്യത്തെ ട്രക്കിൻ്റെ ചെരുപ്പില്ല, ട്രക്കിംഗ് പോടില്ല. ആ കൂടി കുറച്ച് വെള്ളവും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും ഇതാണ് എൻ്റെ ബാഗിലുള്ളത്. ഇതും വെച്ചിട്ടാണ് ഇത് മൊത്തം കയറി ഇറങ്ങാൻ പോണത്. ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു ടെറൈൻ അല്ല. ബട്ട് സൗത്ത് ഇന്ത്യയിൽ ഇതൊരു ചാലഞ്ചിങ് ആയ ട്രക്കിംഗ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാട്ടിൻ്റെ കൂടെയും കുറച്ച് അരുവിയൊക്കെ ക്രോസ് ചെയ്ത് കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് അങ്ങനത്തെയാണ് ഇഷ്ടം. പക്ഷേ ഇത് ഭയങ്കര കഷ്ടമുള്ളതാണ്, ഇത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് മാത്രം ഒന്ന് കയറി നോക്കാം എന്നുകൊണ്ട് പറഞ്ഞതാ. ഈ കമ്പിയില്ലേ, ഇത് ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നത് ഒരേ ഒരാളാണ്. ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ മുകളിൽ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് മുഴുവൻ കള്ളിച്ചെടികളാണ് കേട്ടോ. ഫുള്ള് കള്ളിച്ചെടികളാണ്.
വെള്ളം 10 AC ഇല്ലാതെ തോന്നുന്നു. ഇതാ മുകളിൽ കാണുന്ന കൂടി കാരണം ഈ കയറി വരുന്ന വഴിയിൽ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ശിവൻ്റെയാണ് പ്രതിഷ്ഠ. മുന്നിലൊരു വിനായകനുണ്ട്. പക്ഷേ എനിക്കറിയാത്തൊരു കാര്യം ഇതാണ്, ഇവിടുന്ന് വലിച്ചെറിയണത് മൊത്തം ഇവിടേക്കാണ്. മൊത്തം പ്ലാസ്റ്റിക് കവറുകളും ഒക്കെയാണ്. ഇതെന്തത്? ഇതാണ് അമ്പലത്തിൻ്റെ കോടം. ഇതൊരു സെറ്റപ്പ് മണിയാട്ടോ. അവിടെ നോക്കിയോ, പകുതി ദൂരമായി. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. അതിന് മുമ്പ് കുറച്ച് എനർജി കയറ്റാവുന്നു. ആ കൂടി രാവിലെ വെച്ച് ആ ഒരു 4-5 മുട്ട മാത്രം കഴിച്ചതാ. ഇതിന് ശേഷം ഈ നേരം വരെയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് എപ്പോഴും ബാനിട്ട്. ഇതാണ് എൻ്റെ എനർജി. ഇതാ കാണണ്ട, ഗ്ലൂക്കോസിൻ്റെ ഇതാണ് എനർജി. ഇതൊന്നും ആയിടുക. കുറച്ച് നേരത്തേക്ക് വെള്ളം തായ്ക്കില്ല, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തപ്പി നടക്കാം പോലെ. ഈ കമ്പി മാത്രം ഇല്ലാതെ നിൽക്കി നമ്മുടെ കാര്യം കാട്ടപ്പോതേനെ. ഏതോ ഒരു പുണ്യമായി താഴത്തുനിന്ന് മോള് ധരിക്കിട്ടുണ്ട് കമ്പി. അത് പിടിച്ചു കയറുമ്പോഴാണ് ഒരു സുഖം. ഇല്ലെങ്കിൽ സംഗീത തന്നെ തെണ്ടി തിരിയും. ഇതുകൊണ്ടോ ഇതുപോലെയൊക്കെ കുറച്ച് സ്റ്റെപ്സൊക്കെ നല്ല പണിയെടുത്ത് വെച്ചിട്ടുണ്ട് കയറാൻ പറ്റുന്ന പോലെ. അവിടെ ഒരു വഴിയില്ല, അവിടെ എല്ലാവർക്കും കയറാൻ പറ്റുന്ന പോലെ കുറച്ച് സ്റ്റെപ്സൊക്കെ സെറ്റാക്കി. ഈ കമ്പിയുണ്ട്, ഈ കമ്പി ഇല്ലെങ്കിൽ തെണ്ടി തിരിയും കൺഫേം. അങ്ങോട്ട് സ്ഥലം യോഗ അടിപൊളിയായിരുന്നു. ആരുമില്ല. ഇതിൽ കൂടെ എടുക്കുന്ന ആദ്യമായിട്ട് നടന്നു കയറി ഉണ്ടാവുക. ഇവിടെയും കുറച്ച് സ്റ്റെപ്സ് കാണുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ വരുന്നത് ഈ സ്റ്റെപ്സ് കൂടെയാണ്. നമ്മൾ വന്ന വഴി കാണണം. അതവിടുന്ന് ഇതാണ് ബസ് ഇറങ്ങിയ സ്ഥലം. ഓക്കെ, അവിടുന്ന് ഇങ്ങനെ വന്ന് വന്ന് കൂടെ കയറി ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയി ഇങ്ങനെ കയറി ഈ മല കയറി ഇങ്ങനെ ചുറ്റി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ചെക്കൻ കയറി വരുന്നുണ്ടോ? മൂപ്പര് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. 1000 ദിവസം ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം കയറി ഇറങ്ങുക. ഇന്നേക്ക് 832 ദിവസമായി എന്നാണ് പറയുന്നത് മൂപ്പര്. ഡെയിലി 4 പ്രാവശ്യം. മൂപ്പര് ഓൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞ് ചെയ്യും. ഇനി ഒരു 150 ദിവസം കൂടിയിട്ട്. ഒരു ദിവസം കയറാൻ തന്നെ നമ്മൾ നാക്ക് തള്ളുന്നു. മൂപ്പര് ഒരു ദിവസം 4 പ്രാവശ്യം കയറി ഇറങ്ങുന്നത് അൺബിലീവബിൾ അല്ലേ? ഒരു സപ്ലിമെൻറ്റും ഇല്ല, ഒരു ഒന്നും ഇല്ലാണ്ട്. നല്ല കയറ്റമാണ്, ഹെവി കുത്തണ കയറ്റം. 80 ഡിഗ്രി ഉണ്ടോ കണ്ടോ? വലുതാ.
ഇതാണ് കയറി വന്ന പാവം. നല്ല കുത്തനുള്ള കയറ്റമാണ്, മനസ്സിലായ? അടിപൊളി. ഈ മലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3825 അടിയാണ് ഇതിൻ്റെ ഉയരം. പാണ്ഡവർ ഇതിന് ചുറ്റുമാണ് വനവാസം ചെയ്തതെന്നാണ് പറയണത്. അതുപോലെ തന്നെ അർജുനൻ ചൂടാണ് തവം ചെയ്ത് എന്നാണ് പറയണത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഊറ്റുണ്ട്, അത് എപ്പോഴും വറ്റാറില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഈ മലയുടെ രൂപം ഒരു ശിവന്റെ ലിംഗം പോലെയാണെന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുവട്ടാരത്ത് ഈ മലയ്ക്ക് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. മുകളിൽ ആ കൂടി ഒരു ഷട്ടിൽ കോർട്ടിൻ്റെ അത്ര സൈസേ ഉള്ളൂ. ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മുകളിൽ പൂജ കഴിക്കും എന്നാണ് പറയണത്. അത് കൂടാതെ കയറി വരുന്ന ഭക്തരും പൂജകൾ കഴിക്കാറുണ്ട്. 1.5-2 മണിക്കൂറിൽ ഞാൻ മുകളിലെത്തി. 11-11:30 ആകുമ്പോഴേക്കും മുകളിലെത്തി. തമിഴ്നാട്ടിൽ ഒട്ടനത്തരത്തുള്ള ഈ കൊണ്ടരങ്ങി ഹില്ലിനെ കമ്പയർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള ഒരു ഹരിഹർ ഫോർട്ട് മാറ്റാണ്. പക്ഷേ ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു ട്രക്കാണ് രണ്ടും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതിനാണ് ഹൈറ്റ് കൂടുതൽ. 150-200 അടിയോളം ഹൈറ്റ് കൂടുതലാണ് ഈ ഹില്ലിന്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫാണ്. പക്ഷേ ടെറൈൻ ഭയങ്കര എന്താ പറയുക, മൊട്ട പറമ്പാണ്. വലിയ അങ്ങനെ കാണാൻ പറ്റിയ പോലെ പച്ചപ്പോ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. ഭയങ്കര ഒരു മൊട്ടായിട്ടുള്ളൊരു സ്ഥലം, ഒരു ചെറിയൊരു കുന്ന് മല. ടഫ് തന്നെയാണ്, നല്ല ടഫാണ് കയറാൻ. ഈ മല കാണില്ലേ, ഈ മല ആക്ച്വലി ഒരു ആംഗിളിൽ നിന്ന് കാണുമ്പോൾ നന്ദി ഇരിക്കുന്ന പോലെ ഉണ്ടാവും. ഈ അമ്പലങ്ങൾ, ശിവന്റെ അമ്പലത്തൊക്കെ മുമ്പത്തിരിക്കുന്ന നന്ദി ഇല്ലേ, അതിരിക്കുന്ന പോലെ ഈ മലകൾ കാണുമ്പോൾ ഒരു ദൂരത്ത് ഈ ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഇതൊരു നന്ദി ഇരിക്കുന്ന പോലെ ഉണ്ടാവും. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയുണ്ടല്ലോ, നമ്മൾ കയറി വന്ന മല, അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അതൊരു ശിവന്റെ ഒരു വിഗ്രഹം പോലെയും ഇത് നന്ദിയായിട്ടും കാണും. ഒരു കുറച്ച് ദൂരത്ത് നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നോടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് കാണിച്ചിടാം, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കാണിച്ചിടാം. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു ആപ്പിളും കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് കുറച്ച് നേരം അവിടുത്തെ വ്യൂവും കണ്ടിരുന്ന് അങ്ങനെ കുറച്ച് പരിപാടി കഴിഞ്ഞു. ഒരാളില്ല അവിടെ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു പോവാം. ഒരു ഡ്രോണിൻ്റെ കുറവുണ്ട്, അത് ഞാൻ അടുത്തായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ് കയറി വരാൻ, പക്ഷേ എങ്കിലും അടിപൊളി. ചെരുപ്പിടാത്ത കൊണ്ടേ പാറ മൊത്തം ചൂടാവാൻ തുടങ്ങി, ആലൊക്കെ പൊള്ളാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നാണ് നോക്കിയത്. പക്ഷെ ഇത് തണുപ്പില്ലല്ലോ, മെല്ലെ ഇറങ്ങാം. ചൂടില്ലല്ലോ, മെല്ലെ ഇറങ്ങാൻ വിചാരിച്ചു. ഇതാകുമ്പോ ചൂടാവിന് പാറ മൊത്തം പൊള്ളാൻ തുടങ്ങി. ഇതാണ്ടാ എൻ്റെ എനർജി സോഴ്സ്, നിലക്കടല. 2-3 ട്രക്കായിട്ട് എൻ്റെ വാട്ടർ ഇൻടേക്ക് ഭയങ്കര കുറവാണ്. വെള്ളം തൂക്കി നടക്കാൻ പറ്റാത്തതിൻ്റെ മടി. ആക്ച്വലി ഈ വൈറ്റ് കളറിൽ പെയിൻ്റ് അടിച്ച സ്ഥലത്ത് ചൂടില്ല. ഇത്തിരി ഇവിടെ കാണുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇത് എന്തിൻ്റെ എഫക്റ്റാണെന്ന് അറിഞ്ഞില്ല, പെയിൻറ്റിൻ്റെ എഫക്റ്റാണ് തോന്നുന്നു. നല്ല ചൂടും നല്ല കല്ലും. മുകളിൽ കയറുന്നതിനേക്കാളും നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഇറങ്ങണത്. എനിക്ക് അറിയാത്തൊരു സംശയം. ഇപ്പം ഞാൻ പോയ വഴിയിൽ മൊത്തം മദ്യക്കുപ്പികളുണ്ട്, സിഗരറ്റ് കുറ്റികളുണ്ട്, ഹാൻഡ്സ് ഉണ്ട്, പല സാധനങ്ങളും കിടക്കുന്നുണ്ട്. അതൊക്കെ മുകളിൽ കൊണ്ടുപോകാൻ യൂസ് ചെയ്യുക. ഈ ചെരുപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എത്ര വയസ്സായവർ വരുന്നുണ്ട്. ചെയ്താൽ എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. അമ്മേ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് വേറെ, കല്ലൊക്കെ നല്ല ചൂടായി. അങ്ങനെ താഴെ ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. നല്ല ചുട്ട പാറയുടെ മുകളിൽ ചെരുപ്പിടാൻ്റെ കാല് വയ്ക്കുമ്പോൾ കാല് ഹാഫ് ബോയ് ആയ പോലെയാണ് അവസ്ഥ. 1.5 മണിക്കൂർ താഴെ എത്തി.
താഴത്ത് കൊണ്ടൊരു പൈപ്പിൽ നിന്ന് കുറച്ച് കൈയും കാലും കഴുകി തൊട്ടടുത്തുണ്ടായിരുന്ന കടയിൽ നിന്നൊരു കുപ്പി വെള്ളവും വാങ്ങിച്ച് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു ബസ് വന്നു. പ്രൈവറ്റ് ബസ്സിൽ 20 രൂപ വാങ്ങിച്ചപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ് ബസ്സിൽ 16 രൂപയായിട്ട്. ഒപ്പഞ്ഞത്ര വെച്ചിട്ട് ഉച്ചത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഒപ്പഞ്ഞത്ര എത്തിയ നിമിഷം തന്നെ പൊള്ളാച്ചിക്ക് ഒരു ബസ് കിട്ടി. പിന്നെ ഫുഡൊന്നും നോക്കിയില്ല, ബസ് കയറി. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറൊപ്പം കമ്പനി എപ്പോഴാണ് അറിഞ്ഞത് അവരും ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പയന് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ടീ ഷോപ്പിൽ നിർത്തി. അവിടുന്ന് ഒരു പപ്സും ഒരു വെള്ളം ബോട്ടിലും കഴിച്ച് പൊള്ളാച്ചി എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 മണിയോട് തന്നെ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് എത്തിയപ്പോൾ കാറോടുത്ത് 6 മണിയാകുമ്പോഴേക്കും തന്നെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ ട്രയൽ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ട്രയൽ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു ട്രയൽ സ്റ്റോറി വരുന്നവരിക്കും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊന്ന് കാണുന്നവരിക്കും ബൈ ഫ്രം ഷിന. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കൊണ്ടരങ്ങി മലയിലാണ്. എന്തൊക്കെയാണ് പറയുന്നത്.